വീണ്ടും വിദ്വേഷ പ്രസംഗവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. വയനാട്ടിൽ ജയിച്ചാൽ മുസ്ലിങ്ങൾക്ക് സംവരണത്തിന്റെ ആനുകൂല്യം നൽകാമെന്ന് കോൺഗ്രസ് ഡീൽ ഉണ്ടോ എന്നായിരുന്നു മോദിയുടെ ചോദ്യം. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും SC, ST, OBC വിഭാഗങ്ങൾക്കുള്ള സംവരണം കോൺഗ്രസ് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും മോദി ആരോപിക്കുന്നു. മോദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വയനാട്ടിൽ ജയിപ്പിച്ചാൽ സംവരണം നൽകുമെന്ന് മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് വാഗ്ദാനം നൽകിയിട്ടുണ്ടോ? രാജ്യത്തിന് അതറിയാൻ ആഗ്രഹമുണ്ട്. SC, ST, OBC വിഭാഗങ്ങൾക്ക് ഭരണഘടന നൽകിയ സംവരണം കോൺഗ്രസ് ഇല്ലാതാക്കാൻ നോക്കുകയാണ്. മതം അടിസ്ഥാനമാക്കിയുള്ള സംവരണമാണ് നൽകാൻ നോക്കുന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകാനാവില്ലെന്ന് ഭരണഘടന തയ്യാറാക്കിയവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടന രൂപീകരിച്ചപ്പോൾ ഇത് സംബന്ധിച്ച് മാസങ്ങൾ നീണ്ട ചർച്ചകളും നടന്നു. മതാടിസ്ഥാനത്തിൽ സംവരണം നൽകണമോ എന്നറിവുള്ള പലരും തമ്മിൽ ചർച്ച ചെയ്തു. കൊടുക്കാൻ സാധിക്കില്ലെന്ന് ഒടുവിൽ അവർ തീരുമാനിച്ചു. ഇപ്പോൾ വോട്ട് ബാങ്ക് കാരണം മതപരമായ സംവരണം നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും മോദി തുറന്നടിച്ചു. കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞില്ല. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കാതിരുന്നതിനെയും മോദി കാര്യമായി തന്നെ വിമർശിച്ചു. സർവശക്തന്റെ മേൽ ആർക്കെങ്കിലും അവകാശമുണ്ടോ? BJP പോലൊരു സാധാരണ പാർട്ടി ശ്രീരാമന്റെ മുന്നിൽ ഒന്നുമല്ല. ശ്രീരാമൻ എല്ലാവരുടെയുമായിരിക്കണം. പിന്നെന്തിനാണ് അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? തങ്ങളുടെ വോട്ട് ബാങ്ക് നിലനിർത്തുക എന്ന അവരുടെ അജണ്ട മറച്ചുവെക്കാനാണോ? രാമക്ഷേത്രത്തിലേക്ക് പോയാൽ തങ്ങളുടെ വോട്ട് ബാങ്ക് നഷ്ടമാകുമെന്ന് കോൺഗ്രസ് ഭയക്കുന്നുണ്ട് എന്നും മോദി ആരോപിച്ചു. രാജീവ് ഗാന്ധി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് രാമക്ഷേത്രത്തിൽ നിന്നായിരുന്നുവെന്ന് ഓർത്താൽ നന്ന്. എന്നാൽ അവർ അങ്ങനെ ചെയ്തപ്പോൾ അവരുടെ വോട്ട് ബാങ്ക് ചോദിച്ചത് നിങ്ങളും BJPയും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാണെന്നാണ്. അതുകൊണ്ട് അവർ ഓടി രക്ഷപ്പെട്ടു. മുൻപ് അവർ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇല്ല. കാരണം അവരുടെ വോട്ട് ബാങ്ക് കഴിഞ്ഞ തവണ അവരെ ശകാരിച്ചിരുന്നുവെന്നാണ് മോദി പരിഹസിച്ചത്. കോൺഗ്രസും പാകിസ്ഥാനും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നാണ് മോദിയുടെ മറ്റൊരു ആരോപണം. കോൺഗ്രസ് ഇന്ത്യയിൽ ദുർബലമായി കൊണ്ടിരിക്കുകയാണെന്നും അതേസമയം തന്നെ പാകിസ്ഥാനിലെ നേതാക്കൾ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണെന്നും മോദി ചൂണ്ടിക്കാട്ടി. ഇതാദ്യമായല്ല കോൺഗ്രസിനെയും പാകിസ്ഥാനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ ആരോപണം വരുന്നത്. മുംബൈ ഭീകരാക്രമണം പോലുള്ളവ ഇനിയും സാധ്യമാകണമെങ്കിൽ 2014 മുൻപുണ്ടായിരുന്നത് പോലെയുള്ള സർക്കാർ ഇന്ത്യയിൽ വരണമെന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്നും മോദി ആരോപിച്ചു. കഴിഞ്ഞ ദിവസം കർണാടകയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലും മോദി പാകിസ്ഥാൻ ബന്ധത്തിന്റെ പേരിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഈ ആരോപണവും. കൂടാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വിമർശനങ്ങളും മോദി കോൺഗ്രസിന് നേരെ ശക്തമായി തന്നെ ഉയർത്തുകയുണ്ടായി. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരിന്റേത് വെറും ഭരണകാലമായിരുന്നുവെങ്കിൽ NDAയുടെ പ്രവർത്തനം സേവനകാലമായിരുന്നുവെന്നാണ് നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത് കാണുമ്പോൾ പുച്ഛം തോന്നുന്നു.